സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇമെയിൽ നിരന്തരം നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ പല കമ്പനികളും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ മെസ്സേജ് ഇമെയിൽ ഫുള്ളായിരിക്കും. നമ്മൾ ഇമെയിൽ എങ്ങനെ ഫുള്ളാകുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ ഒരുപാട് സാധനം വന്നുകൊണ്ടിരിക്കും. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും എന്താ ചെയ്യാറ്? സാധാരണ ഡിലീറ്റാണ് ചെയ്യാറ്. ഡിലീറ്റ് ചെയ്തിട്ട് ഫുള്ള് ഇമെയിൽ കാലിയാക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഡിലീറ്റ് ചെയ്താലും ഈ കമ്പനികൾ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വീണ്ടും നിറയെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇമെയിൽ വന്ന മെയിലുകൾ ഓപ്പണാക്കിയതിന് ശേഷം അതിൽ അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ വാക്കം കാണാം. ഇതിൽ അൺസബ്സ്ക്രൈബ് കാണുന്നില്ല. ഈവൻ അൺസബ്സ്ക്രൈബ് ഫ്രം റിപ്ലൈ ഇത് ഞാനിത് ഓൾറെഡി അൺസബ്സ്ക്രൈബ് ആക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. അത് ഡിലീറ്റായി. ഇനി ഇത് അൺസബ്സ്ക്രൈബ് ചെയ്യണം. നേരത്തെ മറ്റേ ഞാൻ ചെയ്താണ്. ഇതിൽ അൺസബ്സ്ക്രൈബ് കാണുന്നുണ്ട്. അൺസബ്സ്ക്രൈബ് കൊടുക്കുക. ഇവിടെയും അതേപോലെ ടച്ച് ചെയ്യുക. അപ്പോൾ അത് അൺസബ്സ്ക്രൈബ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റിൽ കാണിച്ചു തരാൻ മറന്നുപോയി. ഇനി അടുത്ത് തുറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയോ കമ്പനി, നമ്മൾ ഓരോരോ കമ്പനിയിൽ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ആ കമ്പനികളൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ടച്ച് ചെയ്യുക, ക്ലോസ് കൊടുക്കുക. ക്ലോസ് എന്നുള്ളത് കൊടുക്കുക. കാണിച്ചു തരാം. ഇവിടെ ക്ലോസ് കൊടുക്കുക. അവിടെ ടച്ച് ചെയ്യുമ്പോഴേക്കും അത് വീണ്ടും പോവുകയാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ക്ലോസ് എന്നുള്ള സ്ഥലത്ത് ടച്ച് ചെയ്യുക. ക്ലോസ് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക? വേഗം ഡിലീറ്റ് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിലീറ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക, അങ്ങ് പോകും. എന്നിട്ട് വീണ്ടും ഓപ്പൺ ആക്കുക. അൺസബ്സ്ക്രൈബ് അവിടെ കാണും. അൺസബ്സ്ക്രൈബർ ഓരോന്നും അൺസബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെയും ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ പോയിട്ട് ഡിലീറ്റും കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും. അല്ലെങ്കിൽ വീണ്ടും അവർ അയച്ച ടീം തന്നെ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.